ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ സന്ദർശിച്ച സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കൊച്ചിയിലെ ദേവൻ രാമചന്ദ്രൻ്റെ വസതിയിലെത്തിയിട്ടായിരുന്നു സന്ദർശനം. സൗഹൃദ സന്ദർശനമെന്നും മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വീട്ടിൽ ആശംസകൾ അറിയിക്കാൻ എത്തിയതെന്നും DY ചന്ദ്രചൂഡ് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. ഇന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഹൈക്കോടതിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയായിരുന്നു. അതിനിടയിലാണ് തൻ്റെ സുഹൃത്തു കൂടിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കാണാൻ അദ്ദേഹം പോയത്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു. അവരുടേതായി മാത്രമുള്ള കുറച്ചു സമയങ്ങളായിരുന്നു. മറ്റാരെയും അറിയിക്കാതെ, മാധ്യമങ്ങളെ അറിയിക്കാതെ നടത്തിയ സന്ദർശനം അതായിരുന്നു നടന്നത്. നേരത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹം നടന്നിരുന്നു. ആ സമയത്ത് എത്താൻ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന് സാധിച്ചില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുള്ള സ്വകാര്യ സന്ദർശനമായിരുന്നു. അവർക്ക് ആശംസകൾ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് എത്തിയത്. അതേസമയം ഒട്ടനവധി നല്ല വാക്കുകൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ചൊരിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അതായത് ഇപ്രകാരമാണ്: ജനപക്ഷ വിധികളും നീതിപീഠത്തിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കുന്ന നിരീക്ഷണങ്ങളുമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തുന്നത് എന്ന് സന്ദർശനത്തിന് ശേഷം DY ചന്ദ്രചൂഡ് പറയുകയുണ്ടായി. ഇരു സുഹൃത്തുക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഈ വധൂവരന്മാർക്ക് ആശംസകളും അറിയിച്ചാണ് പിരിഞ്ഞത്. താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വീട്ടിൽ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എത്തി. അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹം ഈ അടുത്തിടെയായിരുന്നു. അതിനെത്താൻ കഴിയാത്തതുകൊണ്ട് ആശംസകൾ നേരാനുള്ള ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്.